ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിൻ നേരെ ഭാമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് താനായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ചന്ദ്ര തന്നെ പറഞ്ഞതായിരുന്നു എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുകയാണ്, എന്തായാലും പണം നഷ്ടപ്പെടുന്ന നേരാണ്, ഒരു കാര്യം ചെയ്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം, ആരും മോഷ്ടിച്ചു എന്ന് അറിയാലോ. പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യുന്ന നേരത്തെ രേവതിയുടെ പേരും കൂടെ ഭാമാൻ്റെ പറഞ്ഞു. പോലീസുകാർ അവളെയും ചോദ്യം ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് സച്ചി പോലീസിനെ വിളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭാമ തടയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി കാരണം തിരക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഭാമ പറയാൻ മടിക്കുമെങ്കിലും അവസാനം നമ്മുടെ ചന്ദ്ര വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷ്ടിച്ചതടക്കം എല്ലാ കാര്യവും ഭാമ തുറന്നു പറയുന്നത് കേൾക്കുമ്പോഴത്തേ സച്ചിക്ക് ഒരു ഷോക്ക് ആവുന്നുണ്ട്. വേഗം തന്നെ സച്ചി അമ്മയുടെ പണമായിരുന്നില്ല, അതിന്റെ അമ്മ മനഃപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ദേഷ്യപ്പെട്ട് പോകാതിരുന്ന സമയത്ത് ഭാമ വേഗം മോനെ സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചി തിരികെ വന്നതിന് ശേഷം ഭാമയോട് പറയുന്നുണ്ട്, 30 വർഷത്തെ കൂട്ടുകെട്ടാണ്, ഒരിക്കലും ഭാമ ഞാൻ കാരണമാണ് ഇതൊന്നും അറിഞ്ഞതെന്ന് പറയരുതെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് ഭാമയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല കേട്ടോ. സച്ചി വളരെയധികം ദേഷ്യത്തോട് തന്നെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ചന്ദ്ര വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രവിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, സച്ചിക്ക് എന്തോ എല്ലാവരോടും പറയാനുണ്ട് എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം നിനക്ക് എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുണ്ടത് എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരോടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണെന്ന് സച്ചി പറയുന്ന നേരത്തെ ഇതെന്താ ക്യൂസ് മത്സരമാണോ എന്ന് വർഷ ഒരു തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാളുടെ പേരിൽ പരാതി കൊടുത്തു, പല തവണകളായിട്ട് നിങ്ങളോടായിട്ട് ഒരാൾ വന്ന് ആവശ്യപ്പെട്ടു ഈ ഉള്ള വ്യക്തിയുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന്, പക്ഷേ നിങ്ങൾ അത് പറഞ്ഞിട്ട് കേട്ടില്ല, അവസാനം നിങ്ങളുടെ പണം വാങ്ങി കേസ് പിൻവലിക്കുമോ ഇല്ലയോ എന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നത്. വർഷയാണെങ്കിലോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, നാണം കെട്ട പരിപാടിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ചന്ദ്രയ്ക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. എല്ലാ സത്യങ്ങളും സച്ചി അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈശ്വരനെ എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയിലിരിക്കുകയാണ് ചന്ദ്ര. പെട്ടെന്ന് തന്നെ രവി ചോദിക്കുന്നുണ്ട്, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മറ്റാരുമല്ല ഈ അമ്മയാണ് ശരത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ വക്കീലിൽ നിന്ന് മേടിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ശ്രീകാന്തും വർഷയും രവിയും എല്ലാവരും തന്നെ ചന്ദ്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്തും ചന്ദ്ര താൻ ചെയ്ത് ശരിയാണെന്നും മാത്രമല്ല ശരത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം രക്ഷിക്കണമെന്ന് നിങ്ങൾ വന്ന് കെഞ്ചിയ സമയത്ത് അതിന് ചെറിയൊരു പാരിതോഷികം തന്നു, അത്ര മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് സംസാരിക്കാണ്ട് ചന്ദ്ര. അവസാനം രവി പറയുന്നത്, നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്ര, ഈ ഒരു 5 ലക്ഷം രൂപ ഒപ്പിക്കുന്നതിനോട് രേവതി സച്ചി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഒരു 5 ലക്ഷം രൂപ നീ തന്നെ ഇവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്ര ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എന്നെ കൊണ്ടോ ഞാനങ്ങനെ കൊടുക്കാനാ, എനിക്കെന്താ പണം കഴിക്കുന്ന വരമുണ്ടോ കയ്യിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും എനിക്കറിയണ്ട, നീ ഒരു 5 ലക്ഷം രൂപ കൊടുത്തേ മതിയാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയും പറയുന്നുണ്ട് ആൻറ്റി കൊടുക്കണം, അത് ആൻറ്റിയുടെ ചുമതലയാണെന്ന് പറയുമ്പോഴത്തേ ശ്രീകാന്ത് വർഷയെ പതുക്കെ തട്ടു കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കും, നീ എന്താ ശ്രീകാന്ത് എന്നെ തട്ടുന്നത് ഞാൻ പറഞ്ഞ ന്യായമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ ഭാര്യയോട് മിണ്ടായിരിക്കാൻ പറയുന്നു ചന്ദ്ര പറയുന്നുണ്ട്. എന്താ അവള് പറഞ്ഞത് ശരിയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ചന്ദ്ര എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ശ്രുതി പറയുന്നുണ്ട്, അമ്മ ചെയ്തതിലൊരു തെറ്റുമില്ല, അമ്മ ചെയ്ത ന്യായമായിട്ടുള്ള കാര്യമല്ലേ, ചെയ്തതിന് ചെറിയൊരു പാരിതോഷികം നമ്മൾ മേടിച്ചു, അത്രയേ ഉള്ളൂ എന്ന് ശ്രുതി പറയുകയും ശ്രുതിയും പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി ശരത്തിന്റെ ഭാവി സംരക്ഷിച്ചല്ലോ, അതിൻ്റെ വലിയ കാര്യം തന്നെയാണെന്ന് പറയാട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ബാക്കി എല്ലാവരും ചന്ദ്രയെ കുറ്റപ്പെടുത്തി പോകുന്നുണ്ട്. രവിയാണെങ്കിലോ, നീ 5 ലക്ഷം രൂപ കൊടുത്തില്ല എന്നാണെങ്കിൽ ആ ഒരു തുക ഞാൻ നൽകും, പെൻഷനിൽ നിന്ന് കിട്ടുന്ന പണം മാസം കൊടുത്തു, അതല്ല എന്നാണെങ്കിൽ മറ്റൊരു ജോലിക്ക് ഞാൻ പോവുകയോ ചെയ്യുമെന്നൊക്കെ രവി പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്തിനും വേറെ ജോലിക്കൊന്നും പോകുന്ന, അച്ഛൻ പണം നൽകേണ്ട കാര്യമില്ല എന്ന് സച്ചിയും രേവതിയും പറയുന്നുണ്ട്. എന്നാൽ രവി ആണെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം ഞാൻ തന്നു തീർക്കും, ഇല്ലെന്നാണെങ്കിൽ ഇവള് കാരണം എല്ലായിടത്തും നാണം കെടാൻ മാത്രമേ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളൂ, ഈ ഒരു പെൻഷൻ കഴിഞ്ഞ സമയത്തെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതിന് ഇവിടെ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി വളരെയധികം സങ്കടത്തോടെ തന്നെയായിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ചന്ദ്രയാകട്ടെ താൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല, തൻ്റെ ഭാഗത്താണ് ന്യായം എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും കൂടിയിട്ട് റൂമിലിരിക്കുന്ന നേരത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി കാര്യം തിരക്കുന്നുണ്ട്. മോനെങ്കിലും 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ അതിന് മാത്രം പണമൊന്നും ഇല്ല അമ്മയെന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ. നിനക്ക് ഇഷ്ടം പോലെ ഡീലർമാർ നിന്റെ കീഴിൽ, അതുകൊണ്ട് നിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല ശ്രുതി, നീ എങ്ങനെയും അമ്മയെ സഹായിക്കണമെന്ന് ചന്ദ്ര പറയുന്ന നേരത്ത് അമ്മേനെ ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, പതുക്കെ സഹായിക്കാമെന്നാണ് പറഞ്ഞതെന്ന് ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്ക് പതുക്കെ നോക്കി നിൽക്കാൻ സമയമില്ല, എനിക്ക് എത്രയും വേഗം ഈ ഒരു പണം തിരികെ നൽകണം, അവക്കടെ മുന്നിൽ ഞാൻ ആരുമില്ലാതെ ആവരുത്, രേവതിക്ക് മുന്നിൽ കൊച്ചാവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞതിന് ശേഷം ശ്രുതിയുടെ നേരേക്ക് തിരിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, മോളുടെ മലേഷ്യയിൽ കൊച്ചിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും 5 ലക്ഷം രൂപ ഒപ്പിച്ചതായി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് ഞെട്ടിപ്പോട്ടെ. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, കൊച്ചച്ഛൻ മലേഷ്യയിലാണ് എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആൻറ്റി, വിളിച്ചിട്ട് 2 ദിവസമായിട്ട് കിട്ടുന്നില്ല എന്ന്
പറയുമ്പോഴത്തേക്കും എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട ശ്രുതിന് എല്ലാവർക്കും കൂടിയിട്ട് മലേഷ്യയിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കും, നമുക്ക് ശ്രുതിയുടെ അച്ഛൻ അവിടെ പോയി കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിലും വലിയ പെട്ട അവസ്ഥയിൽ ആയി പോവാണ് ശ്രുതി വേഗം പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെ എത്രയും വേഗം ഒന്ന് മലേഷ്യയിലേക്ക് ചെന്നിട്ട് അച്ഛനെ കാണാനൊന്നും സാധിക്കുന്നില്ല, കുറച്ച് ടൈമൊക്കെ എടുക്കും, മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും ചിലപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊട്ട ബുദ്ധിക്ക് ശ്രുതിയും ചന്ദ്രയും ഇതെല്ലാം തന്നെ വിശ്വസിക്കാറുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര പറയുന്നത് എന്നാലും എന്നെ എങ്ങനെയെങ്കിലും നീ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനോടായിട്ട് ചന്ദ്ര പറയുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.